റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയായിരുന്നു. കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട്. അതിൽ 13 പേരെ ചോദ്യം ചെയ്യുമെന്ന വാർത്ത വരുന്നു. 120 കോടി രൂപയുടെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ചോദ്യം ചെയ്യുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത്. റിപ്പോർട്ടറിന്റെ ഇമ്പാക്ട് വാർത്തയാണ്. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങളുമായി. ദിലീപ്, കൊല്ലൂർവിള സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തി ദിലീപിന്റെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കടക്കുന്നത്. ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എത്ര വലിയൊരു തട്ടിപ്പായിരുന്നു നടന്നത്? വിനീത, 120 കോടി രൂപയുടെ തട്ടിപ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന കൊല്ലൂർവിള ബാങ്കിൽ നടന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇവിടുത്തെ DCC ജനറൽ സെക്രട്ടറിയാണ് ഈ കൊല്ലൂർവിള ബാങ്കിന്റെ പ്രസിഡന്റ് അൻസാർ അസീസ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഈ 2020-2021 കാലഘട്ടങ്ങളിലാണ് 120 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറുടെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലായിരുന്നു ഈ വൻതോതിലുള്ള ക്രമക്കേട് കണ്ടെത്തിയത്. അദ്ദേഹം തന്നെയാണ് ഇരവിപുരം പോലീസിൽ പരാതി നൽകുകയും 13 പേർക്കെതിരെ FIR ചുമത്തുകയും ചെയ്തത്. ഈ 13 പേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. 2020-2021 കാലഘട്ടങ്ങളിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ട് യാതൊരു വിധ നടപടിയും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു പോലീസ് നടപടി സ്വീകരിക്കാതിരുന്നത്. പക്ഷേ റിപ്പോർട്ടർ TV ഇതിൻ്റെ ഓരോന്ന് നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ റിപ്പോർട്ടർ TV ഓരോ തെളിവുകളും അക്കമിട്ട് നിരത്തി വാർത്ത നൽകി. പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് ഇപ്പോൾ ഇവരെ 13 പേരെ ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ 10 മണി മുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13 പേർ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ, അതായത് 2020-2021 കാലഘട്ടങ്ങളിലുണ്ടായ ഭരണസമിതി അംഗങ്ങളെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. വലിയൊരു തട്ടിപ്പ് ഈ ബാങ്കിൻ്റെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ക്രമക്കേട്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രമാണം, ഒരു വസ്തുവിൻ്റെ പ്രമാണം ഉപയോഗിച്ച് 17 പേർക്ക് വായ്പ അനുവദിച്ചു. അതായത് 2 ലക്ഷം രൂപ വീതം വായ്പ അനുവദിക്കുന്നു, അല്ല 25 ലക്ഷം രൂപ വെച്ചാണ് വായ്പ അനുവദിച്ചത്. അങ്ങനെ വലിയ ക്രമക്കേടുകൾ, 120 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ക്രൈംബ്രാഞ്ചിൻ്റെ ഇവരെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഈ ബാങ്കിലെ പ്രസിഡന്റ് രാഷ്ട്രീയ സമ്മർദ്ദം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 13 പേരെ ഇന്ന് വൈകുന്നേരം വരെ ചോദ്യം ചെയ്യുമെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വിനീത, ശരി. ദിലീപ് ദേവസ്യാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ദിലീപ് റിപ്പോർട്ട് ചെയ്യുന്നത്.